കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് കാൽനടയായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. മണ്ഡലത്തിലെ വികസനത്തിന് ജനം വോട്ട് ചെയ്യുമെന്ന് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തനിക്കെതിരെ എതിരാളികൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ജനം മുഖവിലക്കെടുത്തിട്ടില്ല. തനിക്ക് ഇത്തവണയും വിജയം ഉറപ്പാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ കിഴക്കൻ മേഖലകളിലാണ് ആദ്യ ദിവസങ്ങളിലെ പ്രചരണം. വീടുകളും കടകളും ഒക്കെ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. പ്രചരണം എങ്ങനെ നടക്കുന്നുണ്ട്? ഈ വീടുകൾ ആളുകളെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഒരു സ്റ്റൈൽ എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? വളരെ അനുഭാവപൂർവമായ അനുകൂലമായ വിസ്മയകരമായ പ്രതികരണമാണ് സത്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഒബ്സർവേഷനും രാഷ്ട്രീയമായും വ്യക്തിപരമായും ഉന്നയിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. സാധാരണഗതിയിൽ 10 വർഷം പാർലമെന്റിൽ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതിന് ശേഷം ജനങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പരാതികൾ, പരിവേദനങ്ങൾ, പരിഭവങ്ങൾ, അതുപോലെ പ്രതികരണങ്ങൾ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. ഈ LDF ആണെങ്കിൽ തന്നെ പല ആരോപണങ്ങൾ പറഞ്ഞു, BJP ബന്ധം. അത് ഈ പ്രവർത്തകരിലേക്ക് ഇറങ്ങുമ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലൊരു ആശങ്കയുണ്ടോ? കാര്യം വർഷങ്ങളായിട്ട് അത് ഉന്നയിക്കുന്നെങ്കിൽ പോലും ഇത്തവണ അത് ശക്തമായി വീണ്ടും നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ക്ഷണിച്ചതനുസരിച്ച് പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഒറ്റ കാരണത്തിന്റെ പേരിൽ BJP വൽക്കരിക്കുക എന്ന് പറയുന്നത് എത്രയും ഹീനവും പ്രാകൃതവുമായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്നതിന് തുല്യമല്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഏറ്റവും വലിയ കരുത്ത്, ശക്തി എന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയാണ്, രാഷ്ട്രീയ വിശ്വാസ്യതയാണ്. ആ രാഷ്ട്രീയ വിശ്വാസ്യതയെ ചോർത്തിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള നയപരമായ മാറ്റത്തിനും ഒരു ഘട്ടത്തിലും ഞാൻ തയ്യാറല്ല. അതല്ലെങ്കിൽ പിന്നെ ഞാനില്ല. ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയും പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയും അതാണ് ജനങ്ങൾ 2014 34 വർഷക്കാലം ഒരു മുന്നണിയിൽ പ്രവർത്തിച്ചൊരു സുപ്രഭാതത്തിൽ മുന്നണി മാറിയപ്പോൾ ഞാനല്ല മാറിയത്, എന്റെ പാർട്ടിയാണ് മാറിയത്. ആ മാറിയപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചു, ജനങ്ങളത് ഉൾക്കൊണ്ടു, അത് അംഗീകരിച്ചു, അത് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയും ഐഡന്റിറ്റിയും. ശരി, കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള മണ്ഡല പര്യടനവും പ്രചാരണവും ഒക്കെ തുടരുകയാണ്. അതിന്റെ റിപ്പോർട്ടുകളാണ് നൽകിയത്.